ലേഖനത്തിലേക്ക് ശ്രദ്ധ തിരിക്കും. യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്ത യഹോവയായ ദൈവത്തിന്റെ നാമത്തിന് ദൈവപുത്രനായ ക്രിസ്തുവേശു മൂലം സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ഈ അനുഗ്രഹീതമായ സമയത്ത് നമുക്കൊരുമിച്ച് പല ടൈം സോണുകളിൽ നിന്ന്, സമയ മേഖലകളിൽ നിന്ന് ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ അടുത്തു വരുവാനായിട്ട് ദൈവം അവസരങ്ങളെ തന്നല്ലോ. വിശ്വാസത്തിൽ ഇതുവരെ നമ്മെ നിലനിർത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളം നമ്മുടെ മേൽ പിന്നെയും പകരപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. മേൽക്കുമേൽ നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും കൃപയും സമാധാനവും വർദ്ധിച്ചു വരികയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന സമയങ്ങൾ വളരെ വിലപ്പെട്ടതും ധന്യവുമാകയാൽ അവിടത്തേക്ക് വാഴ്വുകൾ അർപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ലഭിക്കുന്ന ഒരു സമയത്തെയും നഷ്ടപ്പെടുത്താതെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ, നിത്യതയ്ക്ക് അവയൊക്കെ നിക്ഷേപങ്ങളാക്കി മാറ്റുവാൻ ദൈവം കൃപ തരട്ടെ എന്നൊരിക്കൽ കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തിന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവയിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. ആ ഭാഗത്താണ് നാം നിൽക്കുന്നത്. അതിൽ നമ്മൾ കണ്ടു, വിശുദ്ധീകരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ, വിശുദ്ധന്മാർ. തേജസ്സിലേക്ക്, 10-ാം വാക്യാടിസ്ഥാനത്തിൽ തേജസ്സിലേക്ക് നടത്തപ്പെടുന്നവർ. വിശുദ്ധീകരിക്കുന്നവൻ 10-ാം വാക്യാടിസ്ഥാനത്തിൽ നമ്മുടെ രക്ഷാനായകൻ. എല്ലാവർക്കും പിതാവ്, അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും പിതാവ്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ പിതാവ്. സ്തോത്രം. ഇപ്പം 10-ാം വാക്യത്തിലേതുപോലെ തന്നെ 11-ാമത്തെ വാക്യത്തിലും നമുക്ക് 3 കൂട്ടരെ കാണാം. വിശുദ്ധീകരിക്കുന്ന ക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്ന വിശുദ്ധന്മാർ. അതെ, വിശുദ്ധന്മാരാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. 3, ഇരു കൂട്ടർക്കും പിതാവായ ദൈവം. ഇങ്ങനെ 3 കൂട്ടരെ കാണും. ഒരു പ്രധാനപ്പെട്ട കർമ്മം, ക്രിയ അവിടെ കാണുന്നു. വിശുദ്ധീകരണം എന്ന ഒരു കർമ്മം. ആ വിശുദ്ധീകരണത്തെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ അതേ സംബന്ധിച്ച് പഠിച്ചത്, ഹൗ
sanctification is effected, or the agents of sanctification. വിശുദ്ധീകരണത്തിൻ്റെ മാധ്യമങ്ങൾ. രണ്ടാമതായി നാം ഇന്നലെ കണ്ടത് വിശുദ്ധീകരണത്തിൻ്റെ രണ്ട് അവസ്ഥകൾ അല്ലെങ്കിൽ മുഖങ്ങൾ. ഏറ്റവും ഒടുവിൽ നമ്മളതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. 2 facets of sanctification. ചിലർ അതിനെ 3 എന്നും പഠിപ്പിക്കാറുണ്ട്. നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും എന്ന നിലയിലാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ 2 മുഖങ്ങൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. പൊസിഷണൽ ഹോളിനെസ് അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് പ്രാക്ടിക്കൽ അതർവൈസ് പ്രോഗ്രസീവ് ഹോളിനെസ് യാ സാങ്ക്ടിഫിക്കേഷൻ. ഇങ്ങനെ 2 എണ്ണത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സ്തോത്രം. അതിൽ നാം കാണുകയുണ്ടായി ഒരുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എന്ന് പറയുമ്പോൾ വെറുതെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല. അവിടെ ആ വിശ്വാസം എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ എ സേവിങ് ഫെയ്ത്ത് ഉണ്ട്, രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു പറച്ചിലുണ്ട് നമ്മുടെ ഇടയിൽ. അതല്ലിത്. അതല്ല. നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്ന ഒരവസ്ഥയുണ്ട്. സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസം. ആ വിശ്വാസം, അതിൽ വിശ്വാസമുണ്ട്, ആശ്രയമുണ്ട്, അനുസരണമുണ്ട്. ഈ രക്ഷിക്കുന്ന വിശ്വാസത്തിനകത്ത് അറിവുണ്ട്, നോളജ്. പിന്നെ അക്സെപ്റ്റൻസ്, അംഗീകരണമുണ്ട്, അറിഞ്ഞ സത്യത്തെ അംഗീകരിക്കുന്നു. പിന്നെ ട്രസ്റ്റ്, ആശ്രയമുണ്ട്. ഒബീഡിയൻസ്, അനുസരണമുണ്ട്. രക്ഷിക്കുന്ന വിശ്വാസത്തിൽ കുറഞ്ഞത് ഈ 4 ഘടകങ്ങൾ ഉണ്ടാവും. അറിവ്, അംഗീകരണം, ആശ്രയം, അനുസരണം. ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തിലേക്ക് വരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുത്തനെ, വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ ദൈവം യേശുക്രിസ്തുവിലേക്ക് ഇറക്കി നിർത്തി ശുദ്ധീകരിക്കുന്നു. അഥവാ യേശുക്രിസ്തുവിലാണ് ദൈവം വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കൈക്കൊള്ളുന്നത്. The very moment a person believes in this fourfold manner, God accepts him in Christ. When God accepting him in Christ, he is sanctified in Christ positionally. And that is also called justification, declaring a repenting and a believing sinner righteous. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ റോമാലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളിൽ പലരും അതിലുണ്ടായിരുന്നത് കൊണ്ട് പറയുക, നമ്മൾ ഈ നീതീകരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇറ്റ്സ് എ ഡിക്ലറേഷൻ ഓഫ് ദ ഹെവൻലി കോർട്ട്. സ്വർഗീയ കോടതിയുടെ ഒരു വിജ്ഞാപനം, ഒരു പ്രഖ്യാപനമാണ് ഈ നീതീകരണം. വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെടുന്ന പാപിയെ
യേശു ക്രിസ്തുവിൽ ദൈവം നീതിമാനെന്ന് വിധിച്ച് പ്രഖ്യാപിക്കുന്നു. പാപം ക്ഷമിക്കുന്നു എന്നല്ല. പിന്നെ എൻ്റെ പുത്രൻ പാപം ചെയ്തിട്ടേ ഇല്ലാത്തതുപോലെ ഇവനും പാപം ചെയ്തിട്ടേ ഇല്ല, അതിനാൽ ഇവൻ എൻ്റെ പുത്രനെ പോലെ നീതിമാൻ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ദൈവീക കോടതിയുടെ പ്രഖ്യാപനം. അതാണ് നീതീകരണം. അങ്ങനെ യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുന്നു. അതെന്തിനു വേണ്ടിയാണെന്ന് ഇന്നലെ നമ്മൾ ഓടിച്ചു പറഞ്ഞു നിർത്തി. എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ഓടിച്ചു പറഞ്ഞു നിർത്തി. അതാണ് നാം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ കണ്ടത്. അവിടെയും ഇവിടെയും എവിടെയും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എന്ന് മലയാളത്തിൽ. എന്നാൽ അതിന്റെ ശരിയായ തർജ്ജമ വിശുദ്ധന്മാർ ആകുവാൻ വിളിക്കപ്പെട്ടവർ എന്നാണ്. സ്തോത്രം. അതിന്റെ പേരാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. സ്തോത്രം. നമ്മൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ഇതുവരെ വിശുദ്ധീകരിക്കപ്പെട്ടില്ല എന്നാണ്. സ്തോത്രം. ക്രിസ്തുവിൽ പൊസിഷണൽ വിശുദ്ധീകരണം നടന്നു കേട്ടോ, അതില്ലെന്നല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുന്നു. പൗലോസ് കൊരിന്ത്യരെ വിളിച്ചത് വിശുദ്ധന്മാരെന്നാ. പൊതുവായി. സ്തോത്രം. എല്ലാ സഭകളിലും അപ്പോസ്തലന്മാർ സംബോധന ചെയ്തത് അങ്ങനെയാണ്. എല്ലാ സഭകളെയും സംബോധന ചെയ്തത് വിശുദ്ധന്മാർ. റോമിലുള്ള വിശുദ്ധന്മാർ, കൊരിന്തിലുള്ള വിശുദ്ധന്മാർ, ഗലാത്യയിലുള്ള, എഫേസോസിലുള്ള വിശുദ്ധന്മാരെന്നാ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ സംബോധന ചെയ്തത്. കാരണം യേശു ക്രിസ്തുവിൽ ദൈവം അവരെയൊക്കെ വിശുദ്ധീകരിച്ചു, നീതിമാന്മാരെന്ന് ഘോഷിച്ചു, പ്രഖ്യാപിച്ചു. ആ അർത്ഥത്തിൽ നമ്മളും ആരാണ്? വിശുദ്ധന്മാരാണ്. എന്നാൽ പ്രായോഗികമായി നമ്മൾ ഇതുവരെ വിശുദ്ധിയിൽ തികഞ്ഞവർ ആയിട്ടില്ല. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൽ ഉള്ള വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പല ഭാഗങ്ങളിൽ കണ്ടുവല്ലോ. ക്രിസ്തുവിൽ പൊസിഷണൽ ഹോളിനെസ്. എബ്രായർ 2:11 വാക്യത്തിന്റെ ആദ്യ ഭാഗം വിശുദ്ധീകരിക്കുന്നവനും. യേശു ക്രിസ്തു ആണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് നമ്മുടെ വിശുദ്ധീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം, പരിശുദ്ധാത്മാവ്, ദൈവവചനം ഒക്കെ നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു പാപിയുടെ വിശുദ്ധീകരണത്തിന് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്നത് പാപരഹിതനായ, നിഷ്കളങ്കനായ, ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ, നിഷ്കളങ്കവും വിലയേറിയതുമായ രക്തമാണെന്ന് നമ്മൾ മറക്കരുത്. സ്തോത്രം. അങ്ങനെ ക്രിസ്തുവേശുവിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു. we are consecrated in Christ by his blood. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്താൽ നമ്മളെ കർത്താവ് വിശുദ്ധീകരിച്ചു. അത് കഴിഞ്ഞു. That is effected.
That is done deal. That is in the past tense. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇറ്റ്സ് എ പ്രസന്റ് കണ്ടിന്യൂസ്. They are being sanctified എന്നാണ് എബ്രായർ 10:13 വാക്യത്തിന്റെ അർത്ഥം. They are being sanctified. ദൈവം അവരെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത് 10:14 വാക്യം. സ്തോത്രം. That's a continuous, progressive salvation or sanctification. സ്തോത്രം. അത് തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയും പ്രക്രിയയുമാണ്. സ്തോത്രം. അതൊരു പ്രക്രിയ. ജീവനുള്ള കാലത്തോളം ഇത് നടന്നുകൊണ്ടിരിക്കണം. സ്തോത്രം. 1-2 വാക്യങ്ങൾ അതിൻ്റെ തെളിവിന് വേണ്ടിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നും പോകാം. പ്രോഗ്രസീവ് സാൽവേഷൻ അഥവാ തുടർമാനമായ വിശുദ്ധീകരണം, പുരോഗമനപരമായ വിശുദ്ധീകരണം, വിശുദ്ധീകരണത്തിൽ വളർച്ച പ്രാപിക്കുന്ന അവസ്ഥ. സ്തോത്രം. 2 കൊരിന്ത്യ ലേഖനം 7:1 വാക്യം. 2 Corinthians 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. Perfecting holiness in the fear of God. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ വിശുദ്ധിയെ തികയ്ക്കണം. സ്തോത്രം. ഒരു ദിവസം കൊണ്ടല്ല, തുടർമാനമായിട്ട്. സ്തോത്രം. തുടർമാനമായിട്ട്. അതുപോലെ തന്നെ 1 പത്രോസ് 4:19 കൂടെ. 1 Peter 4:19. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ചും ക്രിസ്ത്യാനിയുടെ കഷ്ടങ്ങളെക്കുറിച്ചുമാണ് പത്രോസ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1 പത്രോസിലെ പ്രധാനപ്പെട്ട വിഷയം സഫറിങ്, കഷ്ടതകൾ. 16 പ്രാവശ്യം 16 ടൈംസ് ആണ് പത്രോസ് ഈ ലേഖനത്തിൽ കഷ്ടതകൾ, സഫറിങ്സ് എന്ന് പറയുന്നത്. അതിൽ 6 പ്രാവശ്യം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ചും 10 പ്രാവശ്യം ക്രിസ്ത്യാനിയുടെ കഷ്ടങ്ങളെക്കുറിച്ചും. അങ്ങനെയാണ് ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ 19 വാക്യത്തിൽ പറയുന്നത്. Therefore those also who suffer according to the will of God shall entrust their souls to a faithful creator in doing what is right. അവിടെയും എന്താ പറയുന്നത്? ഈ കഷ്ടതകളിലൂടെ ദൈവം ഒരു വിശുദ്ധനെ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്.
സ്തോത്രം. അതാണ് നാം കർത്താവായ യേശുവിനെ കുറിച്ച് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും എബ്രായർ 2:10 5-7-8 വാക്യങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ക്രിസ്തു കഷ്ടം അനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഇപ്പൊ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കണം. ഈ ആശയത്തിൽ നിന്നുമാണ് ഭക്തന്മാര് പണ്ട് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്ക എന്ന പാട്ടൊക്കെ പാടിയത്. സ്തോത്രം. ഇന്ന് പലരും ചിന്തിക്കുന്നത് we will be groomed by someone else. We have nothing to do in our grooming as or for the wedding day. നമ്മുടെ കല്യാണ ദിവസത്തിന് വേണ്ടി ആരാണ്ടൊക്കെ വന്ന് നമ്മളെ ഒരുക്കും എന്ന ഒരു ധാരണയിലാണ് പലരും ഇരിക്കുന്നത്. അല്ല, നമുക്ക് നമ്മുടെ വിവാഹ ദിവസത്തിന് വേണ്ടി തന്നെ താൻ ഒരുങ്ങണം. വെളിപ്പാട് 19-7 വാക്യം നമുക്കറിയാവുന്നതാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ആയുഷ്കാലം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് നീട്ടിക്കിട്ടുന്ന ആയുസ് മുഴുവനും എന്താണ്? ഒരുങ്ങാനുള്ള കാലഘട്ടമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു തമാശ കലർന്ന ഒരു വലിയ സത്യം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചിന്തിച്ചായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ദൈവദാസൻ അമ്മയോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പച്ചൻ മരിച്ചു. 80 വയസ്സുള്ള അമ്മച്ചി ഒറ്റയ്ക്കായി. 9 മക്കളോ മറ്റോ ഉണ്ട്. അപ്പച്ചന്റെ ഫ്യൂണറൽ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്കും പോയി. ഏറ്റവും ഒടുവിൽ ഇളയ മകനായ ഞങ്ങളുടെ കൂട്ടത്തിലെ ഈ പാസ്റ്റർ റാന്നിന്ന് നാളത്തെ ട്രെയിനിന് പോരാൻ ഇന്നെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിക്ക് കൂടുതൽ വിഷമമായി കരച്ചിൽ തുടങ്ങി. അമ്മച്ചി അതും ഇതൊക്കെ പറയുന്നുണ്ട്. അതും ഇതെന്ന് പറഞ്ഞാൽ, കർത്താവ് എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു, അപ്പച്ചനെ ഇവിടെ ഇട്ടിട്ട്, അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കൂടെ എന്നെയും കൂടെ അങ്ങ് എടുത്തിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള വിഷമമാണ്. ദീർഘവർഷങ്ങൾ ഒരുമിച്ച് പാർത്തതല്ല, ഇനിയിപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്ക് താമസിക്കണം. എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മച്ചിക്ക് ആശ്വാസം വരാത്തപ്പോൾ അല്പരസികനായ ഞങ്ങളുടെ ഈ കൂട്ടു ദൈവദാസൻ അമ്മച്ചിയോട് പറഞ്ഞ്, അമ്മ ഒന്ന് മിണ്ടാതിരിക്കാവും, ചക്കയും പ്ലാവും ഒക്കെ ഒത്തിരിയുള്ള സ്ഥലമാണല്ലോ. പറഞ്ഞ്, അമ്മ ഈ ചക്ക ഇടാൻ പോകുമ്പോൾ കാണുന്ന ചക്കയല്ല ഒരുമിച്ച് ഇങ്ങ് അറുത്തിടുവോ അമ്മേ? അപ്പം അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ ഞാൻ ഇരുമ്പ് വെച്ചൊന്ന് തുന്നിച്ച് നോക്കും, പൊട്ടാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കും, വിളഞ്ഞതാണെങ്കിൽ ഇടും. ഇതുപോലെ അച്ഛനും അമ്മയും കൂടെ ഒരേ ഞെടുപ്പയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ദൈവം വന്ന് തുന്നിച്ച് നോക്കിയപ്പോൾ അമ്മ പൊട്ട, അച്ചായം വിളഞ്ഞു. അതുകൊണ്ട് അച്ചാനെ ഇട്ട് അങ്ങ് അറുത്തോണ്ട് പോയി. അമ്മ ചുമ്മാ ഇരുന്ന് കരയാതെ ഒന്ന് പാകമാകാൻ നോക്കമ്മേ. അമ്മയെ ഒന്ന് ചിരിപ്പിക്കാനും ആ ഒരു അന്തരീക്ഷം മാറ്റാനും കൂടെ ഒക്കെ പറഞ്ഞതാണെങ്കിലും ഭയങ്കര മർമ്മമാ പറഞ്ഞേ. അദ്ദേഹം ഇരിക്കുന്ന വേദികളിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നും ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പൊട്ടാൻ. ഇതുവരെ നമ്മൾ
വിളഞ്ഞില്ല. വി ആർ നോട്ട് യെറ്റ് റൈപ്പ്. God has extended our life to get ripe, that we may be harvested. നമ്മളെ വിളവെടുക്കാൻ ഇതുവരെ പാകമായില്ല. അതുകൊണ്ട് ഇന്നും നമുക്ക് കർത്താവ് ആയുസ് ദീർഘമാക്കി തന്നിരിക്കുക. അതുകൊണ്ട് ലഭിക്കുന്ന ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി പാകമാകാൻ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് വിശുദ്ധിയിൽ തികഞ്ഞവരാകാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ഓരോ വർഷവും സ്തോത്രമെന്നും പറഞ്ഞ് ആഘോഷിച്ച് കളയത്തില്ല. ഇനിയും എനിക്ക് പാകമാകാൻ ഒരു ദിവസവും കൂടെ കുറവാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകും. കർത്താവിന് വേണ്ടി വിളവെടുപ്പിന് പാകമാകാൻ എല്ലാ നിലയിലും നമ്മെ തന്നെ ഒരുക്കും. സ്തോത്രം. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ. ഫിലിപ്പീൻസ് 3:12 ഫോളോയിങ്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഞാൻ പിടിച്ചില്ല, സഹോദരന്മാരെ, ഞാൻ തികഞ്ഞില്ല, പിടിച്ചില്ല, പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുകയാണ്. വീണ്ടും, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അടുത്ത നമ്മിൽ വാക്യം. തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധയായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. കണ്ടോ, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. സ്തോത്രം. ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പൊ ആരെങ്കിലും തികഞ്ഞവരായി എന്ന് കരുതുന്നെങ്കിൽ ഓർത്തോണം, തികഞ്ഞായിരുന്നെങ്കിൽ വിളവെടുപ്പ് നടന്നേനെ, ഹാർവസ്റ്റ് നടന്നേനെ. ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഈതർ ബൈ ക്രൈസ്റ്റ് കമ്മിങ് ഓർ ബൈ അവർ ഡെത്ത്. ആ വിളവെടുപ്പ് ഒന്നുകിൽ ക്രിസ്തുവിന്റെ വരവിനാൽ അല്ലെങ്കിൽ നമ്മുടെ മരണത്താൽ. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എങ്കിൽ അർത്ഥം ഇനിയും നമുക്ക് വിളവാകാനുണ്ട്. സ്തോത്രം. അത് അറിഞ്ഞു വേണം ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ കണ്ണ് തുറക്കുന്നെങ്കിൽ ഈ ചിന്തയോടെ വേണം മുൻപോട്ട് പോകാൻ. അതെ, ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്ക ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. We should be wise enough to number our days. സ്തോത്രം. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം, കർത്താവിന്റെ വരവും. അപ്പോൾ നമ്മൾ ഒരുങ്ങാതിരിക്കരുത്. പ്രവാചകൻ പറയുന്നത് പോലെ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന ഒരവസ്ഥ വരരുത്. സ്തോത്രം. അങ്ങനെ നമ്മെ പാകമാക്കാൻ വേണ്ടിയാണ് ഇന്നലെ നമ്മൾ ഹൗ ഇറ്റ് ഈസ് ഇഫക്റ്റഡ് എന്നതിൽ ഏറ്റവും അവസാനം പഠിച്ച ബാലശിക്ഷകൾ തരുന്നത്.
ബാലശിക്ഷകളിൽ നിന്നും നമ്മൾ ഊരിപ്പോകാനായിട്ട് ശ്രമിക്കരുത്. നെവർ ട്രൈ ടു എസ്കേപ്പ് ഫ്രം ചാസൈസ്മെന്റ്സ്. സ്തോത്രം. അത് നമ്മെ വിശുദ്ധിയിൽ തികഞ്ഞവരാക്കാനുള്ള ദൈവീക വഴികളാണ്. അതിനെയാണ് റോമർ 5:3 പൗലോസ് മറ്റൊരർത്ഥത്തിൽ പറയുന്നത്, മറ്റൊരു രീതിയിൽ പറയുന്നത്. 5:3 റോമൻസ്. അതുതന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നു. 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ മാത്രമല്ല നമ്മൾ പ്രശംസിക്കുന്നത്, കഷ്ടതയിലും പ്രശംസിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ 1 പത്രോസ് 4:19 വായിച്ചത് കേട്ടോ. സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടതയിൽ പ്രശംസിക്കുന്നത്? കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ഇന്ന് ഞാനൊരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പങ്കുവച്ചപ്പോൾ പറയുകയുണ്ടായി, നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ പിന്മാറ്റക്കാരന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ ഈവൻ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ പോകുന്ന ചിലരുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവരെ സഹായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, ദൈവഹിതപ്രകാരം തന്നെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. പാപികളുടെ മാനസാന്തരത്തിനോ പിന്മാറ്റക്കാരുടെ മടങ്ങിവരവിനോ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റോമാലേഖനം 1-ാം അധ്യായം 24, 26, 28 വാക്യങ്ങൾ ഓർമ്മ വേണം. 1 യോഹന്നാൻ 5:16 പ്രത്യേകിച്ച് ഓർക്കണം. സഹോദരൻ പാപം ചെയ്യുന്നത് കണ്ടാൽ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കാം, എന്നാൽ മരണത്തിനായുള്ള പാപം ചെയ്യുന്നത് കണ്ടാൽ നീ പ്രാർത്ഥിക്കരുത്. അപ്പോൾ എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനും എല്ലാ പിന്മാറ്റക്കാരുടെയും മടങ്ങിവരവിനും വേണ്ടി പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. അതേത് പാപമാണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്ന് വെച്ചാൽ മരണത്തിനുള്ള പാപമെന്നും പറഞ്ഞൊരു പാപം ഇല്ല, മരണത്തിനല്ലാത്ത പാപമെന്നും പറഞ്ഞു ഒരു പാപമില്ല. അപ്പോൾ പിന്നെ ഈ പാപം ഏത് പാപമാ? Deliberately practicing sin. This sin can be understood as the sin dictated in 1 John 3:9. 1 യോഹന്നാൻ 3:9 പറയപ്പെടുന്ന പാപമാണ് മരണത്തിനുള്ള പാപമെന്ന് 1 യോഹന്നാൻ 5:16 പറയപ്പെടുന്നത്. അതേത് പാപമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മനഃപൂർവം ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം, തുടർച്ചയായി ചെയ്യുന്ന പാപം, ഹാബിച്വൽ സിൻസ്, ബോസം സിൻസ്, മടിയിൽ കൊണ്ട് നടക്കുന്ന
മുറുകെ പറ്റുന്ന പാപം, അതിനെ വിട്ടുകളയാൻ മനസ്സില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാപം ചെയ്യുന്നു, കരുതിക്കൂട്ടി ചെയ്യുന്നു. എനിക്ക് നാളെ ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ കരുതിക്കൂട്ടിക്കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, അത് പാപമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് പിന്തിരിയണം, വിട്ടുകളയണം എന്ന ദൈവകൽപ്പന ലഭിച്ചിട്ടും പിന്നെയും പിന്നെയും അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ സുഖങ്ങൾ ആസ്വദിച്ച് അതിൽ ഇങ്ങനെ പന്നി ചെളിയിൽ കിടക്കുന്നത് പോലെ കിടന്ന് ആസ്വദിക്കുന്ന ആ പാപങ്ങളെയാണ് മരണത്തിനുള്ള പാപം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക പാപം മരണത്തിന് എന്നും പറഞ്ഞുകൊണ്ടില്ല, മരണത്തിനല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ടും ഇല്ല. അതുകൊണ്ടാ 1 യോഹന്നാൻ 3:9 വാക്യം ആംപ്ലിഫൈഡ് വേർഷനിൽ നന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളവർ ആംപ്ലിഫൈഡ് വേർഷൻ ഒന്ന് വായിച്ചാൽ ഉപകാരമാണ്. ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചാട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. Okay, no one born, begotten of God, deliberately, knowingly, and habitually practices sin. For God's nature abides in him. His principle of life, the divine sperm, remains permanently within him. And he cannot practice sinning because he is born or begotten of God. ഇപ്പൊ കണ്ടോ, മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ഒറ്റ വാക്കുകൾ കൊടുത്തിട്ടേ ഉള്ളൂ. ഇംഗ്ലീഷിലും പൊതുവെ he doesn't sin and he cannot sin എന്നേ പറയുന്നുള്ളൂ. അപ്പം deliberately, knowingly and habitually he doesn't practice sin. അപ്പോൾ പാപം അതിൽ തുടരാനായിട്ട് പറ്റില്ല. പറഞ്ഞു വരുന്നത് ഇന്ന് പകല് പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെ പാപത്തിൽ തുടരുന്ന ഒരാളിന് വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ടതില്ലെന്ന് തന്നെ ആ തിരുവെഴുത്ത് പറയുന്നത്. ഇനി അഥവാ നമ്മൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കാത്ത രോഗമാണെങ്കിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് തമ്പുരാന്റെ കയ്യിൽ നിന്ന് അടിയൊന്നും മേടിക്കരുത്. നമ്മുടെ സ്വന്തം രോഗങ്ങൾക്ക് വേണ്ടിയായാലും മറ്റൊരാളിൻ്റെ രോഗസൗഖ്യത്തിനായാലും ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് തിരിഹിതം തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് ഇത്രയെങ്കിലും പറയാം, കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നയാൾ സൗഖ്യമാകണമെന്ന്, എങ്കിലും ഞങ്ങൾ ഇച്ഛിക്കും പോലെ അല്ല. അതിന് പിൻപിലെ തിരിഹിതവും ഞങ്ങളെ അറിയിക്കണമേ. അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലുമൊക്കെ അകപ്പെട്ട ഒരാളിനെ സഹായിക്കുന്നതോ ആളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ ഒക്കെ പോലും ആ നിലയിലേ ആകാവൂ. ഇപ്പൊ പറഞ്ഞു വരുന്നത്, ദൈവം നമുക്ക് തരുന്ന ഓരോ നിമിഷവും എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയണം.
വിളവെടുപ്പിന് പാകമാകാൻ. അതിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എബ്രായർ 2:11 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ഹോളിനെസ്, വിശുദ്ധീകരണത്തിന്റെ വളർച്ചയുടെ പാതയിൽ നമ്മൾ വിശുദ്ധിയെ തികയ്ക്കുവാൻ നമുക്കോരോ നിമിഷവും ദൈവം തരുന്നു, അനുവദിക്കുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടേ നാം ജീവിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഒരുപക്ഷെ തീർന്നു പോകും. അതുകൊണ്ട് മരിക്കണമെന്നില്ല, പിന്നെയും ജീവിച്ചിരിക്കാം. ആ കൃപാകാലയളവ് കഴിഞ്ഞിട്ടും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണ് അയ്യോ കഷ്ടം. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു തരത്തിലും മാനസാന്തരമോ മടങ്ങിവരവോ ഉണ്ടാവുകയില്ല. സ്തോത്രം. അത് നമുക്കാർക്കും ഭവിക്കാതിരിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് വിധേയപ്പെടുത്താം. ദൈവം തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നാം ഒരിക്കലും തള്ളപ്പെടാതെ ഇരിക്കട്ടെ. നമുക്കുള്ളവരും തള്ളപ്പെടാതെ ഇരിക്കട്ടെ. എന്നാൽ ഈ പറഞ്ഞത് ചിലരെ ചിലപ്പോൾ ബാലശിക്ഷകളിലൂടെ കർത്താവ് നടത്തും. അത് ദൈവം തള്ളിക്കളഞ്ഞതുകൊണ്ടല്ല. ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കേണ്ടതിന് വേണ്ടി നമ്മെ കഷ്ടതകളിലൂടെ നടത്തുകയാണ്. അതേ സംബന്ധിച്ചാണ് റോമർ 5:3 പൗലോസ് പറഞ്ഞത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സിദ്ധതയുടെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കഷ്ടത അറിയാം, സഹിഷ്ണുത അറിയാം. സ്വഭാവ രൂപീകരണം, മെറ്റൽ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് അവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മെറ്റൽ പ്യൂരിഫിക്കേഷൻ. ഇനി മെറ്റൽ പ്യൂരിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്കൊക്കെ അടുക്കളയിൽ അറിയാവുന്ന പരിപാടി, വെണ്ണ നെയ്യാക്കാൻ ഉപയോഗിക്കുന്ന പരിപാടി. ഞങ്ങൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നതാ. നല്ല പാല് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പാടയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അല്ലെങ്കിൽ പാല് തിളപ്പിച്ച് തണുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന് മുകളിൽ പാട നന്നായിട്ട് ചൂടും. ആ പാട കട്ട് ചെയ്തെടുത്ത് വേറെ വെക്കും. കുറച്ച് ഒരു എമൗണ്ട് ആകുമ്പോൾ അതിനെ ചിലർ മിക്സിക്കകത്തൊക്കെ അടിച്ച് വെണ്ണ മാറ്റും. ഇനി അതും അല്ലെങ്കിൽ ആ പാട അങ്ങനെ ചീനിച്ചട്ടിയിലേക്ക് അങ്ങിട്ട് തിളപ്പിച്ചാൽ വെണ്ണ വേറെ കക്കൻ വേറെയായിട്ടങ്ങ് തിരിയും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഈ റോമർ 5:3 വാക്യത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡോക്കീമേ എന്ന് പറയുന്ന ഒരു പദമാണ്. DOKIME. DOKIME, ഡോക്കീമേ. മെറ്റൽ പ്യൂരിഫിക്കേഷന് ഉള്ള പ്രക്രിയയാണ് അതിൻ്റെ അർത്ഥം. അപ്പം തീയിലിട്ട് ഇതിങ്ങനെ തിളപ്പിക്കുമ്പോൾ, ഉരുക്കുമ്പോൾ, തിളപ്പിക്കുമ്പോൾ അതിലെ കീടമെല്ലാം മാറുന്നു.
സ്വർണ്ണപ്പണിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ പറയുന്നത് സ്വർണം ശുദ്ധീകരിക്കുന്നതിന് 2 പ്രക്രിയ ഉണ്ടത്രേ. ഒന്ന് തീയിൽ ഉരുക്കുന്ന ഒരു പ്രക്രിയ, മറ്റൊന്ന് ആസിഡിനകത്തിടുന്ന പ്രക്രിയ. തീയിൽ ഉരുക്കും, കീടം കളയും. എന്നിട്ടും മാറാത്തത് ആസിഡിലിടുമ്പോൾ സ്വർണം ഒഴികെയുള്ള ബാക്കിയുള്ളതിനെയൊക്കെ ഈ ആസിഡ് ദഹിപ്പിച്ചു കളയും. ഇതുപോലെ ദൈവം നമ്മെയും കഷ്ടതകളിലൂടെ നടത്തുന്നു. അങ്ങനത്തെ കഷ്ടങ്ങളിൽ നമ്മൾ അകപ്പെടുമ്പോൾ എന്നെ വിടുവിക്കണേ വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആവർത്തിക്കുന്നു, when God will be chastening us through sufferings, afflictions, need not to pray for deliverance from such afflictions, but instead we should yield ourselves to be purified, sanctified. When we reach the divine standard, then automatically that suffering will come to an end and we will be free from that. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്ന കഷ്ടതകൾ എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിട്ടേ പരിഹാരം തേടാവൂ. ഒരുവനെ കർത്താവ് ബാലശിക്ഷ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇടപെടാൻ പോകരുത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഡിസിപ്ലിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അയ്യോ വേണ്ട മതി എന്നൊന്നും പറഞ്ഞുകൊണ്ട് കയറി വരരുത്. ഒത്തിരി കുടുംബങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കുഞ്ഞിലെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളോട് അങ്ങനെ ചെയ്യും അല്ലേ? അമ്മ വഴക്ക് പറയുമ്പം കരഞ്ഞോണ്ട് പപ്പ അടുത്ത് വരും, മമ്മി വഴക്ക് പറഞ്ഞു കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് എടി മമ്മി എന്തിനാ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് മമ്മി ഒന്ന് വഴക്ക് പറയുമ്പോൾ കൊച്ചു ശാന്തമാകും. ചിലപ്പോൾ നേരെ തിരിച്ചും പപ്പ അല്ലെങ്കിൽ അപ്പച്ചൻ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് അല്ലെങ്കിൽ മമ്മി അടുത്ത് ചെല്ലും. അത് കുഞ്ഞുങ്ങൾക്കൊരു വളമാകും പിന്നീട്. ആരുടെ ആയാലും ചിലപ്പോൾ ഈ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ അപ്പനും അമ്മയും മക്കളെ വഴക്ക് പറയുമ്പോഴും ശാസിക്കുമ്പോഴും ഇടയ്ക്ക് കയറും. പക്ഷേ മക്കളോട് ഈ സ്നേഹം കാണിക്കാത്ത വല്യപ്പച്ചനും വല്യമ്മച്ചിയും അത്. അവർ സ്വന്തം മക്കളെ വളർത്തിയപ്പോൾ ഈ ഔദാര്യമൊന്നും മക്കളോട് കാണിച്ചിട്ടില്ല, പക്ഷേ കൊച്ചുമക്കളോട് കാണിക്കും. അപ്പനും അമ്മയും പലപ്പോഴും പറയാറുണ്ട്, കാര്യമായ കാര്യത്തിന് മക്കളെ വഴക്കു പറയുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അതിനിടയിൽ വേറെ ആരും കയറി വരരുത്. പാസ്റ്ററും കയറി ചെല്ലരുത്, വല്യപ്പച്ചനും കയറരുത്, ആരും കയറരുത്. കാര്യം എന്താ? ഇറ്റ്സ് എ ജെനുവിൻ കേസ് ടു ഡിസിപ്ലിൻ ദ ചൈൽഡ്. അതിൽ കൂടെ ആ കുഞ്ഞ് കടന്നു പോയേ പറ്റൂ. പപ്പായിക്കെതിരെ മമ്മിക്കെതിരെ കുഞ്ഞ് വല്യപ്പച്ചനെ വല്യമ്മച്ചിയെ എക്സോർ വയ്യെ സമീപിക്കുമ്പോൾ അവരും സ്നേഹത്തോടെ പിടിച്ചിരുത്തിക്കോ, എന്നിട്ട് പറയണം, പപ്പ മോനെ വഴക്ക് പറഞ്ഞത് കുഞ്ഞ് തെറ്റ് ചെയ്തുകൊണ്ടല്ലേ. ആ തെറ്റ് അവർക്ക് ബോധ്യപ്പെടുത്തണം, അതിൽ നിന്ന് അവർ തിരുത്തൽ പ്രാപിക്കണം. ഇത് തന്നെയാ കർത്താവ് നമ്മോടും ചെയ്യുന്നത്.
അങ്ങനെ തെറ്റ് തിരുത്തി നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടി ദൈവം നമ്മെ നടത്തുന്ന ബാലശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇത് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. പകരം ക്രമീകരണം പ്രാപിക്കാൻ ഒരുങ്ങുക. അങ്ങനെ ദൈവം നമ്മെ പാകമാകാൻ, വിശുദ്ധിയെ തികയ്ക്കാൻ പഠിപ്പിക്കുന്ന കഷ്ടതകളുടെ പാഠങ്ങളിലൂടെ അനുസരണം പഠിച്ച് ദൈവപുത്രനെ പോലെ തികഞ്ഞവരായി തീരണം. സ്തോത്രം. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എല്ലാം കൂടെ കൂട്ടിയോജിപ്പിക്കാൻ പ്രയാസമില്ലല്ലോ. കണക്ഷൻ കിട്ടുന്നുണ്ടേ? അതോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളോ? എന്ത് പറയുന്നു? സ്തോത്രം. എനിക്ക് മുഖം കാണുന്നവരുടെയൊക്കെ തിരിച്ചറിയുന്നു, അല്ലാത്തവരും കൂടെ ഒക്കെ ഉണ്ടല്ലോ കൂടെ. ഓക്കെ, സ്തോത്രം. ദിസ് ഈസ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. ഇപ്പൊ നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ ക്രിസ്തു. അതാണ് നാം ഇവിടെ എബ്രായർ 2:11 കാണുന്നത്. വിശുദ്ധീകരിക്കുന്നവനും. സ്തോത്രം. എങ്ങനെയാണ് യേശു നമ്മെ വിശുദ്ധീകരിക്കുന്നത്? ഹൗ ഡസ് ജീസസ് sanctify us? How did he sanctify us? How does he sanctify us? യേശു കർത്താവ് എങ്ങനെയാണ് നമ്മെ വിശുദ്ധീകരിച്ചത്? സ്തോത്രം. നമ്മൾ 10-ാം അധ്യായത്തിൽ നിന്ന് ഇന്നലെ അത് കാണുകയുണ്ടായി. 10:10, 14, 13:12 ഒക്കെ. എങ്ങനെയാ കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചത്? തൻ്റെ യാഗത്താൽ, തൻ്റെ രക്തത്താൽ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ. 10:10 നമ്മൾ വായിച്ചു, ഏക ശരീരയാഗത്താൽ. അതേപ്പറ്റി പഠിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിരുന്നു. Jesus' death on the cross was an atonement for our sins. പാപത്തിന് പ്രായശ്ചിത്തമായിരുന്നു. Jesus' death on the cross, and therefore he shed his precious and innocent blood, which was a ransom for our sins. യേശു തൻ്റെ ശരീരയാഗത്താൽ, യേശുക്രിസ്തുവിൻ്റെ നിഷ്കളങ്കമായ വിലയേറിയ രക്തം, പാപരഹിതമായ രക്തം ചിന്തി, അത് പാപികളായ നമ്മുടെ വീണ്ടെടുപ്പിന് മറുവിലയായി തീർന്നു. നമ്മുടെ പാപത്തിന് യേശുവിൻ്റെ പുണ്യാഹ രക്തം, യേശുവിൻ്റെ പരിശുദ്ധ രക്തം മറുവിലയായി തീർന്നതുകൊണ്ട് വിശ്വസിക്കുന്ന ഏവനും തൻ്റെ രക്തത്താൽ യേശുക്രിസ്തു വീണ്ടെടുപ്പാണ്, വിശുദ്ധീകരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ രക്തത്താലാണ് ശുദ്ധീകരണം. ആ രക്തം നമ്മുടെ പ്രായശ്ചിത്തമാണ്, പാപത്തിൻ്റെ പ്രായശ്ചിത്തമാണ്. 2, അത് നമുക്ക് വേണ്ടി മറുവിലയുമാണ്, റാൻസം ആണ്.
It's an atonement for sins. That means rectifies our sins. യേശുക്രിസ്തുവിന്റെ രക്തം, ക്രൂശിലെ യാഗം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നു. അത് നമ്മെ മറുവിലയായി കൊടുത്ത് വീണ്ടെടുക്കുന്നു. ആ പാപങ്ങളൊക്കെയും കഴുകിക്കളഞ്ഞ് ഇറക്കൺസൈൽസ്, ദൈവത്തോട് ആ രക്തം, ആ ക്രൂശുമരണം നമ്മെ നിരപ്പിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നവനായി തീരുകയാണ്. അത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെയും കൂടെ കാണിക്കുന്നു. പഴയ നിയമത്തിൽ കാര്യങ്ങളൊക്കെ വിശുദ്ധീകരിക്കുന്നത് ആരാ? മഹാപുരോഹിതനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, എബ്രായർ 9:14 പറഞ്ഞിരിക്കുന്ന പ്രകാരം, ആ ചെമന്ന പശുക്കുട്ടിയുടെ ദഹിപ്പിച്ച ചാരം എടുത്ത് കലക്കി ജനത്തിൻ്റെ മേൽ തളിച്ച് അവരെ ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ അതാത് വർഷത്തെ മഹാപുരോഹിതന്മാരാണ് ചെയ്യുമായിരുന്നത്. യേശുക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ എന്ന് എബ്രായർ 2:11 പറഞ്ഞിരിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയെയും കൂടെ സൂചിപ്പിക്കുന്നതാണ്. അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. നമ്മെ ശുദ്ധീകരിക്കുന്നവൻ മഹാപുരോഹിതൻ. യേശു നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ എന്ന് വെച്ചാൽ യേശു നമുക്ക് മഹാപുരോഹിതൻ ആയിരിക്കുന്നു. സ്തോത്രം. എബ്രായർ 12 നമ്മൾ വായിക്കുന്നുണ്ട്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് അത്രേ വന്നിരിക്കുന്നത്. എന്താ ഈ പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ? അതൊരു കളങ്കവുമില്ലാത്ത നിഷ്കളങ്കവും സ്തോത്രം. വിശുദ്ധമായ പുണ്യാഹ രക്തത്തിന്റെ അർത്ഥം അതല്ല. പുണ്യാഹ രക്തം ഇംഗ്ലീഷിൽ sprinkling, പടൻ the blood of sprinkling. Yeah, sprinkling for sanctification. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 22 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് നാം കാണുന്നത്. നാം എവിടേക്ക് വന്നിരിക്കുന്നു, എവിടെയല്ല വന്നിരിക്കുന്നത്, എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. സ്തോത്രം. 24-ാമത്തെ വാക്യത്തിൽ, ആൻഡ് ടു ജീസസ് ദ മീഡിയേറ്റർ of a new covenant, and to the sprinkled blood which speaks of mercy, a better and nobler and more gracious message than the blood of Abel. Sprinkled blood, തളിക്കപ്പെടുന്ന രക്തം. എന്തിനാ രക്തം തളിക്കപ്പെടുന്നത്? ശുദ്ധീകരണത്തിനായിട്ടാണ്. 9-ാം അധ്യായത്തിൽ അത് വിശദമാക്കുന്നുണ്ട്. രക്തത്തിന്റെ തളിപ്പിനാൽ ദേവാലയത്തിലെ പാത്രങ്ങളുമെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു. ആ സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദ ബ്ലഡ്, പുണ്യാഹ രക്തം
നമ്മെ വിശുദ്ധീകരിക്കുന്ന രക്തം, വിശുദ്ധീകരണത്തിനായി തളിക്കപ്പെടുന്ന രക്തം. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ മുമ്പൊരിക്കൽ പഠിച്ചത്, രക്തത്താലുള്ള മുദ്രീകരണമല്ല, രക്തത്താലുള്ള ശുദ്ധീകരണമാണ്, കഴുകലാണ്. പുതിയ നിയമം പഠിപ്പിക്കുന്നത് മുദ്ര പരിശുദ്ധാത്മാവിനാലാണ്. സ്തോത്രം. അപ്പോൾ യേശു നമുക്ക് മഹാപുരോഹിതനായി തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് പ്രായശ്ചിത്ത രക്തവും മറുവിലയായി അർപ്പിക്കപ്പെടുന്ന രക്തവുമാണ്. അത് നിഷ്കളങ്കമായ രക്തവും വിലയേറിയ രക്തവുമാണ്. അതിനാൽ യേശു നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ എന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ശരി, ഒന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് ഏകയാഗമായി തീർന്ന ക്രിസ്തുവിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ലഭിച്ച പ്രവേശനത്തിനായി സ്തോത്രം ചെയ്ത് നാം ദിനംതോറും വിശുദ്ധിയെ തികച്ച് ഈ പ്രോഗ്രസീവ് ഹോളിനെസ്, ഈ വളരുന്ന വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലൂടെ വേഗത്തിൽ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.